അന്താരാഷ്ട്ര രാഷ്ട്രീയ ഭൂപടത്തെയും മിഡിൽ ഈസ്റ്റിന്റെ ശക്തി സന്തുലിതാവസ്ഥയെയും പൂർണ്ണമായി മാറ്റിമറിക്കാൻ പോകുന്ന തരത്തിലുള്ള വലിയൊരു നയതന്ത്ര നാടകത്തിനാണ് ഇപ്പോൾ ലോകം സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. അമേരിക്കയും ഇറാനും തമ്മിൽ നിലനിൽക്കുന്ന കടുത്ത ശത്രുതയ്ക്ക് അറുതി വരുത്താൻ വാഷിംഗ്ടൺ നയതന്ത്ര ചർച്ചകളുടെ വഴി തിരഞ്ഞെടുത്തതാണ് ഈ പുതിയ പ്രതിസന്ധിക്ക് ആധാരം. വർഷങ്ങളായി തുടരുന്ന ഉപരോധങ്ങൾക്കും പരസ്യമായ സൈനിക ഭീഷണികൾക്കും ശേഷം അമേരിക്ക ഇറാന്റെ നേരെ കൈനീട്ടുമ്പോൾ അത് മേഖലയിൽ വലിയൊരു രാഷ്ട്രീയ കൊടുങ്കാറ്റിനാണ് തിരികൊളുത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ച് അമേരിക്കയുടെ ഏറ്റവും അടുത്ത തന്ത്രപ്രധാന സഖ്യകക്ഷിയായ ഇസ്രയേലിനെ ഈ നീക്കം അങ്ങേയറ്റം പ്രകോപിപ്പിക്കുകയും ആശങ്കയിലാഴ്ത്തുകയും ചെയ്തിട്ടുണ്ട്. വാഷിംഗ്ടണിൽ നിന്ന് പുറത്തു വരുന്ന പുതിയ നയതന്ത്ര സൂചനകൾ ഇസ്രയേൽ രാഷ്ട്രീയ നേതൃത്വത്തിനിടയിൽ കടുത്ത അമർഷവും ഭീതിയുമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇസ്രയേലിലെ ഭരണ പ്രതിപക്ഷ ഭേദമന്യേയുള്ള എല്ലാ രാഷ്ട്രീയ നേതാക്കളും ഒരേ സ്വരത്തിലാണ് അമേരിക്കയുടെ ഈ പുതിയ നിലപാടിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നത്. ഇറാന്റെ ആണവ മോഹങ്ങളെയും പ്രാദേശിക അധിനിവേശത്തെയും പൂർണ്ണമായി തടയാൻ നയതന്ത്ര ചർച്ചകൾക്ക് സാധിക്കില്ലെന്നാണ് ഇസ്രയേലിന്റെ ഉറച്ച വിശ്വാസം. വാഷിംഗ്ടൺ സ്വീകരിക്കുന്ന ഈ മൃദു സമീപനം തങ്ങളുടെ രാജ്യത്തിന്റെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയാണെന്ന് അവർ പരസ്യമായി വാദിക്കുന്നു. മധ്യപൂർവേഷ്യയിൽ ദീർഘകാലമായി നിലനിൽക്കുന്ന ശക്തി സന്തുലിതാവസ്ഥയെ ഈ കരാർ പൂർണ്ണമായി തകിടം മറിക്കുമെന്ന് ഇസ്രയേൽ തന്ത്രജ്ഞർ ഭയപ്പെടുന്നു. ഇറാനുമേൽ ചുമത്തിയിരുന്ന കടുത്ത സാമ്പത്തിക ഉപരോധങ്ങൾ നീക്കം ചെയ്യപ്പെടുന്നത് വഴി അവരുടെ സമ്പദ് വ്യവസ്ഥ വീണ്ടും ശക്തമാകും. ഇത്തരത്തിൽ ഇറാന് ലഭിക്കുന്ന സാമ്പത്തിക സ്വാതന്ത്ര്യം മേഖലയിലെ മറ്റ് സായുധ ഗ്രൂപ്പുകളായ ഹിസ്ബുള്ള, ഹമാസ്, ഹൂത്തികൾ തുടങ്ങിയവർക്ക് വലിയ തോതിലുള്ള സാമ്പത്തിക സൈനിക സഹായമായി മാറുമെന്നാണ് ഇസ്രയേലിന്റെ പ്രധാന ആശങ്ക. ഇത് തങ്ങളുടെ അതിർത്തികളിൽ വീണ്ടും ഒരു വലിയ സുരക്ഷാ പ്രതിസന്ധി സൃഷ്ടിക്കുമെന്ന് അവർ ഉറച്ചു വിശ്വസിക്കുന്നു. ഈ നയതന്ത്ര നാടകം മിഡിൽ ഈസ്റ്റിലെ മറ്റ് അറബ് രാഷ്ട്രങ്ങളിലും വലിയ ആശങ്കകൾക്ക് കാരണമായിട്ടുണ്ട്. ഇറാൻ മേഖലയിൽ ഒരു വലിയ ആധിപത്യ ശക്തിയായി മാറുന്നത് സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്കും ഭീഷണിയാണ്. അമേരിക്കയുടെ ഈ പെട്ടെന്നുള്ള നിലപാട് മാറ്റം തങ്ങളുടെ സുരക്ഷാ ഗ്യാരണ്ടികളിലുള്ള വിശ്വാസ്യത കുറയ്ക്കുന്ന ഒന്നായാണ് പല പ്രാദേശിക ശക്തികളും കാണുന്നത്. ഇത് അമേരിക്കയെ പൂർണ്ണമായി വിശ്വസിക്കാതെ സ്വന്തം നിലയിൽ പുതിയ പ്രതിരോധ സഖ്യങ്ങൾ രൂപീകരിക്കാൻ ഈ രാജ്യങ്ങളെ പ്രേരിപ്പിച്ചേക്കാം. വാഷിംഗ്ടണിലെ ആഭ്യന്തര രാഷ്ട്രീയത്തിലും ഈ വിഷയം കടുത്ത ആഭ്യന്തര തർക്കങ്ങൾക്കാണ് വഴിവെച്ചിരിക്കുന്നത്. കോൺഗ്രസിലെ പല പ്രമുഖ നേതാക്കളും ഇസ്രയേലിന് പിന്തുണയുമായി രംഗത്തെത്തിയിട്ടുണ്ട്. വിശ്വസ്തനായ ഒരു സുഹൃത്തിനെ തള്ളിപ്പറഞ്ഞ് ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു രാജ്യവുമായി കരാറിൽ ഏർപ്പെടുന്നത് അമേരിക്കയുടെ വിദേശ നയത്തിന്റെ പരാജയമാണെന്ന് അവർ ആരോപിക്കുന്നു. വൈറ്റ് ഹൗസിന് മേൽ ഇസ്രയേൽ അനുകൂല ലോബികളിൽ നിന്നും പ്രതിപക്ഷത്തു നിന്നും വലിയ രീതിയിലുള്ള രാഷ്ട്രീയ സമ്മർദ്ദമാണ് ഇപ്പോൾ രൂപപ്പെട്ടിരിക്കുന്നത്. ഇറാനെ സംബന്ധിച്ചിടത്തോളം ഈ ചർച്ചകൾ തങ്ങളുടെ പരമാധികാരം ലോകത്തിനു മുന്നിൽ തെളിയിക്കാനുള്ള വലിയൊരു അവസരമാണ്. അമേരിക്ക തങ്ങളുടെ നിബന്ധനകൾക്ക് വഴങ്ങുന്നു എന്ന രീതിയിലാണ് ടെഹ്റാൻ ഈ സാഹചര്യത്തെ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. ഉപരോധങ്ങൾ നീങ്ങുന്നതോടെ തങ്ങളുടെ ആഭ്യന്തര പ്രതിസന്ധികൾക്ക് പരിഹാരമാകുമെന്നും സാമ്പത്തികമായി കൂടുതൽ കരുത്താർജിക്കാൻ കഴിയുമെന്നും അവർ കണക്കുകൂട്ടുന്നു. എന്നാൽ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുണ്ടാകാൻ സാധ്യതയുള്ള ഏത് തരത്തിലുള്ള സൈനിക നീക്കത്തെയും ശക്തമായി നേരിടുമെന്ന മുന്നറിയിപ്പും ഇറാൻ നൽകുന്നുണ്ട്. നിലവിൽ മിഡിൽ ഈസ്റ്റിൽ നിലനിൽക്കുന്ന താൽക്കാലികമായ സമാധാനം തികച്ചും അസ്ഥിരമായ ഒന്നാണെന്ന് അന്താരാഷ്ട്ര നിരീക്ഷകർ വിലയിരുത്തുന്നു. അമേരിക്കയുടെ നയതന്ത്ര ശ്രമങ്ങൾ ഒരു വശത്ത് നടക്കുമ്പോഴും അതിർത്തികളിൽ എപ്പോൾ വേണമെങ്കിലും വലിയൊരു യുദ്ധം പൊട്ടിപ്പുറപ്പെടാനുള്ള സാധ്യതകൾ സജീവമാണ്. ഈ നയതന്ത്ര നീക്കങ്ങളിലൂടെ ഇറാന്റെ ആണവ പദ്ധതികളെ പൂർണ്ണമായി ഇല്ലാതാക്കാൻ കഴിയില്ലെന്നതാണ് ഇസ്രയേൽ ഉയർത്തുന്ന ഏറ്റവും വലിയ തർക്ക വിഷയം. താൽക്കാലികമായ ചില നിയന്ത്രണങ്ങൾക്ക് പകരമായി ഇറാനിലെ സാമ്പത്തിക ഉപരോധങ്ങൾ പിൻവലിക്കുന്നത് വഴി ഭാവിയിൽ അവർക്ക് കൂടുതൽ ശക്തമായി ആണവായുധ നിർമ്മാണത്തിലേക്ക് കടക്കാൻ ആവശ്യമായ സാഹചര്യം ഒരുങ്ങുമെന്നാണ് വിമർശനം. അമേരിക്ക വിശ്വസിക്കുന്നത് പോലെ ചർച്ചകളിലൂടെ ഇറാനെ ഒരു സമാധാനപ്രിയ രാജ്യമാക്കി മാറ്റാൻ കഴിയില്ലെന്നും അത് കേവലം ഒരു തന്ത്രപരമായ പിന്മാറ്റം മാത്രമാണെന്നും ഇസ്രയേൽ ചൂണ്ടിക്കാണിക്കുന്നു. അമേരിക്കൻ ഭരണകൂടത്തെ സംബന്ധിച്ചിടത്തോളം ഈ നീക്കം മധ്യപൂർവേഷ്യയിലെ തങ്ങളുടെ ദീർഘകാല സൈനിക ഇടപെടലുകൾ കുറയ്ക്കാനും മറ്റ് ആഗോള വെല്ലുവിളികളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനുമുള്ള ഒരു തന്ത്രപരമായ നീക്കമാണ്. ചർച്ചകളിലൂടെയും സാമ്പത്തികമായ ഇടപാടുകളിലൂടെയും ഇറാന്റെ അഗ്രസീവ് സ്വഭാവത്തെ നിയന്ത്രിക്കാൻ കഴിയുമെന്നാണ് വൈറ്റ് ഹൗസിന്റെ പ്രതീക്ഷ. എന്നാൽ തങ്ങളുടെ പരമ്പരാഗത സഖ്യകക്ഷിയായ ഇസ്രയേലിനെ
പൂർണ്ണമായി വിശ്വാസത്തിലെടുക്കാതെ വാഷിംഗ്ടൺ നടത്തുന്ന ഈ നീക്കങ്ങൾ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ദശാബ്ദങ്ങൾ പഴക്കമുള്ള തന്ത്രപ്രധാനമായ ബന്ധത്തിൽ വലിയ വിള്ളലുകൾ വീഴ്ത്തിക്കഴിഞ്ഞു. ഇസ്രയേൽ ഭരണകൂടം ഈ സാഹചര്യത്തെ തങ്ങളുടെ രാജ്യത്തിന് നേരെയുള്ള ഏറ്റവും വലിയ ചതിയായിട്ടാണ് ചിത്രീകരിക്കുന്നത്. ഞങ്ങൾ യുദ്ധം ചെയ്തത് ഇതിനാണോ എന്ന ചോദ്യം ഇസ്രയേലിന്റെ സൈനിക രാഷ്ട്രീയ വൃത്തങ്ങളിൽ നിന്ന് ശക്തമായി ഉയർന്നു കേൾക്കുന്നുണ്ട്. തങ്ങളുടെ രാജ്യത്തിന്റെ സുരക്ഷ അപകടത്തിലാക്കുന്ന തരത്തിലുള്ള യാതൊരുവിധ കരാറുകളും അംഗീകരിക്കില്ലെന്നും ആവശ്യമെങ്കിൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെ ഒറ്റയ്ക്ക് സൈനിക നീക്കം നടത്താൻ മടിക്കില്ലെന്നുമുള്ള കടുത്ത മുന്നറിയിപ്പാണ് ഇസ്രയേൽ പ്രധാനമന്ത്രിയും പ്രതിരോധ വിഭാഗവും നൽകുന്നത്. ഇസ്രയേൽ ഒരു കാലത്തും ഈ കരാറുമായി പൊരുത്തപ്പെടാൻ സാധ്യതയില്ലാത്തതിനാൽ അവർ നടത്തുന്ന ഏതൊരു രഹസ്യ നീക്കവും അല്ലെങ്കിൽ വ്യോമാക്രമണവും ഈ സമാധാന ശ്രമങ്ങളെ പാടെ തകർക്കാൻ പോകുന്നതാണ്. ഈ വിഷയത്തിൽ അമേരിക്കയും ഇസ്രയേലും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം കേവലം ഉപരിപ്ലവമായ ഒന്നല്ല, മറിച്ച് അത് മിഡിൽ ഈസ്റ്റിന്റെ ഭാവിയെക്കുറിച്ചുള്ള രണ്ട് വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളുടെ പ്രതിഫലനമാണ്. മേഖലയിലെ പ്രശ്നങ്ങൾക്ക് സാമ്പത്തികവും നയതന്ത്രപരവുമായ പരിഹാരമാണ് അമേരിക്ക കാണുന്നതെങ്കിൽ സൈനികമായ മേധാവിത്വത്തിലൂടെ മാത്രമേ സമാധാനം ഉറപ്പാക്കാൻ കഴിയൂ എന്നാണ് ഇസ്രയേലിന്റെ പക്ഷം. ഈ രണ്ട് വിരുദ്ധ നിലപാടുകൾ തമ്മിലുള്ള സംഘർഷമാണ് ഇപ്പോൾ അന്താരാഷ്ട്ര വേദികളിൽ ദൃശ്യമാകുന്നത്. വരും ദിവസങ്ങളിൽ ഈ നയതന്ത്ര ചർച്ചകളിൽ ഉണ്ടാകുന്ന പുരോഗതി മിഡിൽ ഈസ്റ്റിന്റെ ഭാവിയെ നിർണ്ണയിക്കുന്നതിൽ നിർണായകമാകും. അമേരിക്ക ഇസ്രയേലിന്റെ ആവശ്യങ്ങൾക്ക് മുന്നിൽ വഴങ്ങി കരാറിൽ നിന്ന് പിന്നോട്ടു പോകുമോ അതോ തങ്ങളുടെ പുതിയ വിദേശ നയവുമായി മുന്നോട്ടു പോകുമോ എന്നത് കണ്ടറിയേണ്ടതാണ്. ഒരു കാര്യം വ്യക്തമാണ്, ഈ സഖ്യകക്ഷികൾ തമ്മിലുള്ള ഭിന്നത പരമാവധി മുതലെടുക്കാനായിരിക്കും ഇറാന്റെ ശ്രമം. ലോകം സാക്ഷ്യം വഹിക്കുന്നത് ചരിത്രത്തിലെ തന്നെ ഏറ്റവും സങ്കീർണമായ ഒരു നയതന്ത്ര ചൂതാട്ടത്തിനാണ്. ഇതിന്റെ വിജയം അല്ലെങ്കിൽ പരാജയം കേവലം 3 രാജ്യങ്ങളെ മാത്രമല്ല, മറിച്ച് ആഗോള എണ്ണ വിപണിയെയും അന്താരാഷ്ട്ര സുരക്ഷയെയും ഒരുപോലെ ബാധിക്കുന്ന ഒന്നാണ്. അമേരിക്കയുടെ നയതന്ത്ര മാറ്റം മിഡിൽ ഈസ്റ്റിൽ ഒരു പുതിയ സമാധാന യുഗത്തിന് തുടക്കമിടുമോ അതോ മുൻപത്തേക്കാൾ ഭീകരമായ ഒരു പ്രാദേശിക യുദ്ധത്തിലേക്ക് വഴി തുറക്കുമോ എന്ന ആശങ്കയിലാണ് ലോകം ഇപ്പോൾ ഉറ്റുനോക്കുന്നത്.